ഇത് കൊണ്ട് സൈറ്റ് സീനിങ്ങിന് യൂസ് ചെയ്യുന്നതാണോ? മോളിക്ക് കൊണ്ടുപോകാനല്ലേ? ചാർജ് അല്ല, ചാർജ് ഇട്ടാണ് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടോ മോളിക്ക് കൊണ്ടുപോകുന്നത്? അതിനെത്രയാണ്? ഒരാൾക്ക് 100 രൂപ. ഓക്കെ ഓക്കെ. 5 പേരുടെ കപ്പാസിറ്റി ഉണ്ട്. 2 പേര് പോയാൽ 500. നമ്മൾ 2 പേരാണെങ്കിൽ നമ്മൾ 500 രൂപ തരണം 2 പേര്. അല്ലാന്നുണ്ടെങ്കിൽ 5 പേരാക്കി കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ തന്നാൽ മതി. സേവ് വരുന്നു. ഓക്കെ ഓക്കെ. ഈ മഴ ഇനി ഇപ്പം ഇങ്ങനെ മാറുമോ ഇത്? ഞാൻ പകുതി ദൂരം വന്ന് തിരിച്ചു ഓടിയതാ. കൊച്ച് നനഞ്ഞ് പനി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ ട്രിപ്പ്, വെക്കേഷൻ ട്രിപ്പ് കൊള്ളില്ല. അവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ടല്ലേ ചേച്ചി? തൊപ്പിക്ക് എത്ര ചേച്ചി? ഹാറ്റിന് തൊപ്പി 160. ആ, ഇത് തല നനയുണ്ടേ. ആ, മഴയത്തിടാൻ പറ്റില്ല. മഴയത്തിടാൻ പറ്റിയ വല്ല തൊപ്പി ഉണ്ടോ? ഇല്ല. ഇതിനെത്രയാണ് നാഷണൽ? ഇതിനെത്രയാണ് മൾട്ടി? ആ, ഒന്നെടുത്ത് ഒന്ന് നോട്ട്. അപ്പോൾ ഇവിടെ അത്രയും ക്ലീനാണ്. അതേപോലെ തന്നെ റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. ഈ മുല കൂട്ടുന്ന അമ്മമാർക്ക് ഇരുന്ന് എന്താ പറയുക, സേഫായിട്ട് അവർക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റുന്ന റിക്രിയേഷൻ സെൻറ്റർ അടക്കം എല്ലാ സെറ്റിങ്സും ഇവിടെ ക്ലീൻ ആൻഡ് ക്വയറ്റാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. വളരെ ക്ലീനായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെയും കണ്ട് സമയമെടുത്ത് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണം എരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരിക. കൊള്ളാമോ? അങ്ങനെ നല്ല അടിപൊളി മഴയും പെയ്ത് ഒരു രക്ഷയില്ലാത്ത തണുപ്പല്ലേ അല്ലേ? മൈ ഗോഡ്, ഇതിപ്പോൾ ഒരു അരമണിക്കൂറായി മഴ തുടർന്ന്. ഞങ്ങളിവിടെ ചായയും കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരയാടൊക്കെ വന്നു. നല്ല മഴയല്ലേ, തണുപ്പ് കാരണം തോന്നുന്നു. ഒരു കാപ്പി കുടിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടുത്തെ സെക്യൂരിറ്റി അതിനെ ഓടിച്ചു വിട്ടു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എന്തൊക്കെ പറഞ്ഞാലും മഴയും ആ മഴേൻ്റെ തണുപ്പും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല. കാരണം അവിടെ നിൽക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആ ഒരു തണുപ്പിൽ ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ഒരു നല്ല ചൂട് കോഫിക്കും കുടിച്ച് ഈ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു രക്ഷയില്ല, നല്ല രസമാണ്. അപ്പോൾ ഇതാണ് റിഫ്രഷ്മെൻറ്റ് ഏരിയ കേട്ടോ. റിഫ്രഷ്മെൻറ്റ് ഏരിയയിൽ ഇവിടെ വന്ന് നമുക്ക് നല്ല അടിപൊളി ചായയും ബ്രെഡ് ഓംലെറ്റും ന്യൂഡിൽസും അതേപോലെ കുറേ ബേക്കറി, കേക്ക്, ലാവ കേക്ക് പോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വലിയ കോസ്റ്റൊന്നും പറയാനില്ല. എന്ന് പറയുക ഒരു ആവറേജ് കോസ്റ്റ് തന്നെയാണ്. ബ്രെഡ് ഓംലെറ്റിന് ഇവിടെ 50 രൂപ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വലിയ കോസ്റ്റൊന്നുമില്ല. അധികം കൊള്ള ലാഭമൊന്നും ഇവിടെ എടുക്കുന്നില്ല. വളരെ നോർമലായിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. സാധാരണ നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ചാർജ് ചെയ്യും. ഒരു ബ്രെഡ് ഓംലെറ്റിന് 100 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാരണം ടൗണിൽ നമുക്ക് 40 രൂപയ്ക്ക് ബ്രെഡ് ഓംലെറ്റ് കിട്ടും. ഇവിടെ നമുക്ക് 50 രൂപയ്ക്ക് കിട്ടുന്നു. ആ ഒരു 10 രൂപേൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ദാറ്റ്സ് ലൈക്ക് അത് ഇത്രയും ദൂരം ഇത് എത്തിച്ച് ഈ കച്ചവടം ചെയ്യുമ്പോൾ ആ 10 രൂപ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ വരും. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ലാഭമൊന്നും ഇവരെടുക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ. വളരെ അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും മഴയൊക്കെ മാറി. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ചെറിയൊരു മടിയുണ്ട്. കാരണം നടക്കണ്ടേ. എന്നാലും ആ കാഴ്ചകൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹം കാരണം നമ്മൾ വീണ്ടും നടന്നു. കൊച്ചിനെയും വലിച്ചു പിടിച്ച് നടന്നു. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും വീണ്ടും മഴയൊക്കെ പെയ്ത് കേട്ടോ. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള മഴയായിരുന്നില്ല. അങ്ങനെ അവസാനം മുകളിലൊക്കെ എത്തി. നല്ല അടിപൊളി സീനാണ്. I don't know.
ടോയ്ലറ്റ് കണ്ടോ, ടോയ്ലറ്റാണ് ഇതിൻ്റെ മുകളിൽ ടോയ്ലറ്റ്. ആ ഓട്ടോമാറ്റിക് പേ ആണല്ലേ. Come on, let's go. Baby. ഈശ്വര നോക്കിക്ക് നോക്ക് കുത്തരുതിട്ടാ. പോയി മൗണ്ടൻ ഡ്രോപ്പ്. എന്താ അതെ, മലേനെ മുകളിൽ ഒരുപാട് മാറിയിരിക്കുന്നു സത്യം പറഞ്ഞ ഈ സ്ഥലം. ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസും ഒരുപാട് റൈറ്റിങ്സും പാർക്കിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള റിനോവേഷൻസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോയിൻറ്റിനപ്പുറം ശരിക്കും ഫോറസ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയാണ്. നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓതറൈസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. ഈ ഒരു പാത്ത് വേയും അങ്ങനെ നമ്മൾ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഈ മതിൽ ചാടി ഉള്ളിലേക്ക് കടക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല. വളരെ സേഫായിട്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രിക്കോഷൻസും നമ്മൾ പാലിച്ച് ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനെ അതിൻ്റേതായ വൈബിൽ കണ്ട് നമ്മളിവിടെ സഞ്ചരിക്കുക, കാര്യങ്ങളൊക്കെ കാണുക. പ്ലാസ്റ്റിക് പ്രത്യേകം പറയാനുള്ളത്, പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെ വലിച്ചെറിയാതിരിക്കുക. അതിനെ ഡിസ്പോസ് ചെയ്യുന്ന ഒരുപാട് വേസ്റ്റ് ബാസ്ക്കറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ മാത്രം കൊണ്ടുവിടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ ഇത് വന്ന് കഴിയും. ഇത് കഴിച്ചിട്ട് വയറ്റിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ട് അവർ മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത്, ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകളൊന്നും നിങ്ങളിവിടെ എവിടെയും വലിച്ചെറിയരുത്. ഇതൊരു പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. മൃഗങ്ങളിത് കഴിച്ച് അവർക്ക് എന്താ പറയുക പലതരത്തിലുള്ള അസുഖങ്ങൾ വന്ന്, അതായത് മോഷൻ പോവാതെ അവർ മരിക്കുന്നൊരു സ്റ്റേജ് വരിക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. എത്ര വലിയ ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ക്രൂരത നിങ്ങൾ ചെയ്യാതിരിക്കുക, ദൈവത്തെ ഓർത്ത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അത് ഞാൻ പോട്ടെ, അടുത്ത പാട്ടിൽ കാണാം.